അപ്പോൾ നമുക്കിനി അക്കൗണ്ടൻസിയുടെ 23ാമത്തെ ചാപ്റ്ററാണ് നോക്കാനായിട്ടുള്ളത്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഇപ്പോൾ പാർട്ട്ണർ എന്താണ്, പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് നമുക്കറിയാം. അതായത് പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ആയിരിക്കും. രണ്ടോ അതിലധികമോ പാർട്ട്നേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു എഗ്രിമെൻറ്റ് പ്രകാരം അവർ ഒരുമിച്ച് ബിസിനസ് നടത്തും. പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എന്താണ്, അവർ എത്രത്തോളം ഷെയർസാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അതനുസരിച്ചായിരിക്കും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനായിട്ടുള്ളത് എന്താണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഇപ്പം ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എന്താണ് നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തുള്ള ഗുഡ് വില്ല് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു മെത്തേഡാണ്. അതിൻ്റെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. നോർമൽ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ ഡേറ്റ് റേറ്റ് ബൈ 100. ഓക്കെ, അപ്പം അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് കണ്ടുപിടിക്കും. ഇപ്പം നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഇക്വേഷൻസ് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് വാട്ട് ഈസ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് വില്ല്, അതായത് കുറേ വർഷങ്ങളായിട്ടുള്ള ഗുഡ് വില്ലുകൾ, അതായത് ലാസ്റ്റ് ഇയേഴ്സിലുള്ള ഗുഡ് വില്ല് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു കാൽക്കുലേഷനാണ് കേട്ടോ. പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് ക്യാപിറ്റലൈസ്ഡ് മെത്തേഡ്. ക്യാപിറ്റലൈസ്ഡ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷനാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ വാല്യൂ മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. പിന്നെ അതേപോലെ തന്നെ സൂപ്പർ പ്രോഫിറ്റിൻ്റെ ഒരു ഇക്വേഷനും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇക്വേഷൻസും ഇത് ഇത്രയും നോക്കിയാൽ മതി. ഇപ്പോൾ ഈവൻ തിയറി ചോദിച്ചിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് അങ്ങോട്ട് എഴുതി വെച്ചാലും മതി. ഇനി അടുത്തുള്ളത് 24ാമത്തെ ചാപ്റ്ററാണ് റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ റിട്ടയർമെൻറ്റ് ആവുക അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുകയോ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും പാർട്ട്ണർഷിപ്പിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഓരോന്നും അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അതൊക്കെ പ്രോബ്ലം പേപ്പറാണ്. ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയും നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ട് ബിസിനസ് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് റിമൈനിങ് പാർട്ട്നേഴ്സിനെ കൊണ്ടിട്ട്. അപ്പം അതിൽ നമുക്ക് ആദ്യം പഠിക്കാനായിട്ടുള്ളത് എന്താണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിമൈനിങ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ വച്ചിട്ട് എന്താണ് പുതിയൊരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, കമ്പനി എപ്പോഴും മുമ്പോട്ട് പോകും. അടുത്ത് വരുന്ന ഗെയിനിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് ചോദിച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂ റേഷ്യോ ആൻഡ് ഓൾഡ് റേഷ്യോ ഫോർ ദി ഈച്ച് കോൺട്രിബ്യൂട്ടിംഗ് പാർട്ട്നേഴ്സ്. അവർ രണ്ടുപേരും തമ്മിലുള്ള ഈച്ചും അതേപോലെ തന്നെ എന്താണ് രണ്ടുപേരും തമ്മിലുള്ള റേഷ്യോ കമ്പയർ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ രണ്ട് ചാപ്റ്ററിനകത്ത് നിന്നുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസും വരുന്നത്. ബാക്കി നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു അക്കൗണ്ടിങ്ങിനകത്ത് ജയിക്കാനായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഉടനെ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.